തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. എത്ര നേരം ഈ മനുഷ്യൻ വേഷം കെട്ടിയിരിക്കണം? മനുഷ്യനെ പഠിപ്പിക്കണ കല്യാണത്തിന് പോകണ്ടല്ലേ? മനുഷ്യൻ ഇവിടെ 1 മണിക്കൂറായി ഒരുങ്ങി കെട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ പമ്പർനാഥിക്ക് ഇനിയും വേഷം കെട്ടി ഇറങ്ങാറായിട്ടില്ല. അവളാരും അപ്സരസോ അതോ മിസ്സിന്റെയോ ഇത്ര വേഷം കെട്ടി ഒരുങ്ങാൻ? നീ വളം വെച്ചാ വലിയ മാറ്റവളായത്. അവക്കൂടെ ഒരു വേഷം കെട്ടില് ഇറങ്ങി വരുമ്പോ 4 വർത്താനം കൂടെ പറയണം. എത്ര നേരമായി ബാക്കിയുള്ളവൻ ഒരുങ്ങി കെട്ടിയിരിക്കുന്നു. അവന് വാതിർക്കാൻ പറ്റില്ല, പേടി. നാണമില്ലോടാ നിനക്ക് പെൺകോന്തനായിട്ട് നടക്കാൻ. ഞാൻ പെൺകൊന്നാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ച നീ കുറെ കാണിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ 4 വർത്താനം. നീ കുറെ ഞൊട്ടും. ചോദിക്കടാ. ഞാൻ റെഡി പോവാ. ഞങ്ങോട്ട് പോകണം. 1 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ വേഷം കെട്ടിക്കണം. എന്റെ അമ്മ എത്ര നേരം ഇവിടെ ഇരിക്കണം അറിയോ? നീ അവിടെ കിടന്ന് എന്നാ വേഷം കെട്ടലായിരുന്നു? കുറെ നേരം ആയല്ലോ. അല്ല അത് എന്തത്? ഇവിടെ അടുത്തുള്ള കല്യാണത്തിന് പോണേ, അല്ലാണ്ട് ഗുരുവായൂർക്കൊന്നും അല്ലല്ലോ. ഒരു വേഷം കെട്ടു. എത്ര നേരം എന്റെ അമ്മ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനി ഇവിടെ ഒരു കല്യാണത്തിനും പോണ്ട, ഒരു അടിയന്തരത്തിനും പോണ്ട. 1 മണിക്കൂർ എടാ, അതൊരു പെണ്ണല്ലേ, അതിന് അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ള ആഗ്രഹമൊക്കെ ഇല്ലേ? ഈ പ്രായത്തിലല്ലേ അതിനിങ്ങനെ സുന്ദരിയായിട്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ. കണ്ടോ എന്ത് രസമായിട്ട് എന്റെ മരുമകൾ വന്നിട്ടുണ്ട്. മോളെ, ഈ പ്രാന്തൻ അങ്ങനെയൊക്കെ പറയും. അവന് വല്ല സൗന്ദര്യബോധമുണ്ട്. അയ്യേ, ഈ വളയാണ് നീ ഇട്ടേക്കണേ. അന്ന് അക്ഷയ തൃതീയക്ക് നമ്മൾ മേടിച്ചില്ലേ ആ 1 ലക്ഷത്തിന്റെ വളയുടെ? എന്റെ മോൾ അതിട്ടുണ്ട്. വാ, വേഗം ചെല്ല, നമ്മ വെയിറ്റ് ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ മത്സരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പ്ലേറ്റ് മാറാൻ അമ്മയെ കൊണ്ട് മാത്രമേ. അവളെ ഓർപ്പിച്ചാലേ എനിക്കിവിടെ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല. ഞാനങ്ങനെ പലതും പറയും, അത് കേട്ട് നീ തുള്ളാൻ നിന്നാലേ. ഒരു വള മാറാൻ പോയിട്ട് എത്ര നേരമായി? ചോദിക്കണ അവളോട് ഇത്ര നേരം വേണം ഒരു വള മാറാൻ?